ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? ഞാനിവിടെ രാവിലെ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, മുട്ടയുണ്ട്. അങ്ങനെ ബേഷായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തു പോകണം. വേറെ ഒരു അക്ഷയമായിട്ട് നമുക്കൊന്ന് പുറത്തു കൊണ്ടിരിക്കുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അക്ഷയും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്നത് കൊല്ലത്തേക്കാണ്. അവർ കുറച്ച് എസ്തറ്റിക് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊല്ലത്ത് എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബിഷപ്പ് ജെറോം നഗറിലേക്കാണ്. ഇവിടെ മ്യൂസിക് വേൾഡ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് CDs പിന്നീട് കാസറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ഷോപ്പ് അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജെറോം നഗർ ഫുള്ളൊക്കെ ഒന്ന് കറങ്ങി ഏതെങ്കിലും ഷോപ്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് കരുതി. അവസാനം ഞങ്ങൾ അവിടുത്തെ ഒരു കടയിൽ കയറി അവിടെ നിന്ന് തന്നെ ചായയും വാങ്ങി കുടിച്ചിട്ട് തിരിച്ചിറങ്ങി. കാരണം നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴാണ് പറഞ്ഞു അതിന് ഗ്ലൗസ് വാങ്ങണമെന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊല്ലത്തേക്ക് പോയി ആണ്ടമുക്കെല്ലാം ഒന്ന് കറങ്ങി. ആണ്ടമുക്കത്തുള്ള എല്ലാ ഊടുവഴികളിലൂടെയും കയറി ഇറങ്ങി എല്ലാ കടകളിലും ഞങ്ങൾ തിരക്കി. പക്ഷേ നമുക്ക് വേണ്ടുന്നത് ക്ലോത്തിൻ്റെ മെറ്റീരിയലായിട്ടുള്ള ഗ്ലൗസ് ആയിരുന്നു. പക്ഷേ അത് എങ്ങൊന്നും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ അവസാനം നമ്മൾ ബഡാ ബസാറിൽ കയറി. അവിടെ നിന്ന് നമുക്ക് കിട്ടിയത് ഈ സാധനമായിരുന്നു. പക്ഷേ അത് നമുക്ക് നമ്മുടെ പർപ്പസിന് പറ്റിയതല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ട് തിരിച്ചിറങ്ങി അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കടയിൽ കയറി ഒരു നാരങ്ങ വെള്ളവും കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ വൈകിട്ടായപ്പോൾ അവൻ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവന് മുടിയൊക്കെ ഒന്ന് വെട്ടണമായിരുന്നു. അതിനെല്ലാം ശേഷം ഞങ്ങൾ നേരെ താന്നിയിലേക്ക് പോയി. അങ്ങനെ താന്നിയിൽ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ സെക്ഷനും എല്ലാം കഴിഞ്ഞ് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിൽ പോയി. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി. അങ്ങനെ ബീച്ചിൽ പോയി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. തിരിച്ച് വീട്ടിൽ വന്ന് അവൻ കാറിലാണ് പോയി. അപ്പോൾ കാർ ഇട്ടിട്ട് ഞങ്ങൾ വണ്ടി എടുക്കണം ബൈക്കിൽ. ഇനിയിപ്പോൾ അവൻ്റെ വീട്ടിലോട്ടാക്കും.